ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് എബ്രായ ലേഖനം 11 അധ്യായം 6 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസത്താൽ ഒരു മനുഷ്യന് പ്രാപിക്കാവുന്ന, ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന, ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. ഒന്നാമത് വിശ്വാസത്താൽ നാം പ്രാപിക്കേണ്ട അനുഗ്രഹം അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് നിത്യജീവനാണ്. എവർലാസ്റ്റിംഗ് ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്തതായ നിത്യജീവൻ. ഒരു മനുഷ്യന് കിട്ടാവുന്ന, ലഭിക്കാവുന്ന, പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്, എവർലാസ്റ്റിംഗ് ലൈഫ്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. അത് വിശ്വാസത്താലാണ്. നാം ഒന്നും ചെയ്യേണ്ടതില്ല, നാം പൈസ മുടക്കേണ്ടതില്ല, നാം അധ്വാനിക്കേണ്ടതില്ല. നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല നിത്യജീവൻ ലഭിക്കുന്നത്. മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ഒരു നിർമ്മലമായ വിശ്വാസം. യേശുക്രിസ്തു എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. യേശുക്രിസ്തു അവൻ്റെ രക്തം ചിന്തിയത് എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശുക്രിസ്തു മരിച്ചത്. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയാണ് യേശുക്രിസ്തു എനിക്ക് പകരം ഏറ്റത് എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ അവന് വേണ്ടി സമർപ്പിച്ചാൽ, എൻ്റെ ഹൃദയം ഞാൻ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ എനിക്ക് നിത്യജീവൻ്റെ അവകാശം ലഭിക്കുകയാണ്. അത് വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന വിശ്വാസത്താലുള്ള അനുഗ്രഹം അത് നിത്യജീവനാണ്. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? അത് സൗജന്യമായ നീതീകരണമാണ്, പാപക്ഷമ. ദൈവത്തിന് സ്തോത്രം. സൗജന്യമായ നീതീകരണം, ദൈവത്തിന് സ്തോത്രം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് സൗജന്യമായി ക്ഷമിച്ചു തരികയാണ്. നമ്മുടെ ഏതെങ്കിലും നന്മ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോ നോക്കിയിട്ടല്ല, പിന്നെ കർത്താവ് സൗജന്യമായി ക്ഷമിച്ചു തരികയാണ്. അതാണ് റോമാലേഖനം 3 അധ്യായം 24-25 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമാണ് നീതീകരണം. അതെങ്ങനെയാണ് ഈ സൗജന്യമായ നീതീകരണം ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്? എങ്ങനെയാണ്? വിശ്വാസത്താൽ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്രയും നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരസ്യമായി കാൽവറിയിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൽ ഏതൊരു മനുഷ്യൻ വിശ്വസിക്കുന്നുവോ, അവൻ്റെ ക്രൂശ് മരണത്തിൽ, അവൻ്റെ ആ പരിശുദ്ധമായ പരമബലിയിൽ, ആ പാപപരിഹാര ബലിയിൽ, ആ ഊനമില്ലാത്ത ദൈവ കുഞ്ഞാടിൻ്റെ കാൽവറിയിലെ യാഗത്തിൽ ഏതൊരു മനുഷ്യൻ വിശ്വസിക്കുന്നുവോ അവനെ കർത്താവ് സൗജന്യമായി നീതീകരിക്കുകയാണ്. സൗജന്യമായി അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയാണ്. ഇത് നാം വിശ്വാസത്താലാണ് അനുഭവിക്കേണ്ടത്. വിശ്വാസത്താൽ. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നമുക്ക് വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 40 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ? നാം വിശ്വസിച്ചാൽ, ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനും അനുഭവിക്കാനും സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 11 വാക്യത്തിൽ അവിടെ നാം എന്താണ് വായിക്കുന്നത്? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തി.
പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തു കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇന്നും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിന് താല്പര്യമുണ്ട്, യേശുക്രിസ്തുവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഏതെല്ലാം കാര്യങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടേണ്ടത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. അവൻ്റെ മഹത്വം ഏറ്റവും അധികം വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ സ്വഭാവത്തിലാണ്, നമ്മുടെ ജീവിതത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ഏതെല്ലാം തലങ്ങളിൽ അവൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കാനാവിലെ കല്യാണ വിരുന്നിൽ എന്താണ് സംഭവിച്ചത്? ആ വിവാഹ വിരുന്നിന് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും യേശുക്രിസ്തുവിന്റെ അമ്മയായും മറിയയും ക്ഷണിച്ചിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? ആ കല്യാണ വിരുന്നിൽ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. യഹൂദന്മാരുടെ ആചാരപ്രകാരം ഒരു വിവാഹ സദ്യയിൽ വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഐറ്റമാണ്. അതവരുടെ തീർന്നു പോയാൽ അവർക്ക് അത് വളരെ മോശമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ സംഭവം യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയോട് അവിടെയുള്ളതായ വീട്ടുകാർ ചെന്ന് പറയുകയാണ്. അപ്പോൾ കന്യമറിയാൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത് അറിയാമോ? അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീൻ എന്നാണ് ഇത് കന്യമറിയാം അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നൊരു വചനം വന്നാൽ അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മഹത്വം വെളിപ്പെടാൻ കഴിയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിലുള്ളതായ വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. കന്യമറിയാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ ഈ ഒരു പ്രതിസന്ധിയിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് കന്യമറിയാൻ കർത്താവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വീഞ്ഞില്ല. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ശരിയായ അവസ്ഥ നാം ആദ്യം തിരിച്ചറിയണം. അത് നാം ദൈവസന്നിധിയിൽ സമ്മതിക്കണം. വീഞ്ഞില്ല എങ്കിൽ വീഞ്ഞില്ല എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വീഞ്ഞില്ല എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവസന്നിധിയിൽ നാം സമ്മതിക്കണം. കർത്താവേ, വീഞ്ഞില്ല, വീഞ്ഞ് കുറച്ചുണ്ട്, ബാക്കിയുള്ളത് തരണമെന്നല്ല കന്യമറിയാൻ പറയുന്നത്. വീഞ്ഞ് തീർന്നുപോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ള അവസ്ഥ ഉള്ളതുപോലെ സമ്മതിക്കുകയാണ്, തിരിച്ചറിയുകയാണ്, ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. വീഞ്ഞില്ല കർത്താവേ, വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് അല്പം ഉണ്ടെന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ വീഞ്ഞില്ല എന്ന് നാം സമ്മതിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് പറയുകയാണ്, കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു കാര്യമല്ലത്. കാരണം യഹൂദന്മാരുടെ ആചാരപ്രകാരം അവർ വെളിയിലെല്ലാം പോയി, മാർക്കറ്റിലെല്ലാം പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ കാല് കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ളതായി വെള്ളം സംഭരിക്കുന്നതായ ഭരണികളാണ് കൽപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് വെള്ളം നിറയ്ക്കുന്നത്? അതിൽ വെള്ളം നിറച്ചാൽ എങ്ങനെയാണ് വീഞ്ഞുണ്ടാകുന്നത്? ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ബുദ്ധിയിൽ ചിന്തിക്കാം. പക്ഷേ അവിടെ അവർ അത് ചെയ്തില്ല എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ യേശു കൽപ്പിച്ചപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ വക്കോളവും നിറച്ചു എന്നാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം നാം ചെയ്യുക. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന് വരേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനം കണ്ണുമടച്ച് അനുസരിക്കുകയും ചെയ്യുക. ഇതാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും കണ്ണുമടച്ച് അനുസരിക്കുകയും ചെയ്തപ്പോഴാണ് കർത്താവിന് മഹത്വം വെളിപ്പെടുന്നത്. അവർ വക്കോളവും നിറച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? ദൈവത്തിന് സ്തോത്രം. പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായിട്ട് യേശുക്രിസ്തുവോടെ രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദൈവിക മഹത്വം വെളിപ്പെടുന്നത് അവിടെയാണ്. പച്ചവെള്ളം വീഞ്ഞായി തീരുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഗുണമോ നിറമോ മണമോ ഇല്ലാത്തതായ മനുഷ്യൻ്റെ ജീവിതത്തെ ഗുണവും മണവും നിറവും പ്രയോജനവുമുള്ളതായ വീര്യമുള്ള വീഞ്ഞാക്കി സ്വർഗത്തിലെ ദൈവം അവിടെ രൂപാന്തരപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു അവിടെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും വലിയ ദൈവിക മഹത്വം എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന രൂപാന്തരമാണ്, മാനസാന്തരമാണ് ഏറ്റവും വലിയ മഹത്വം വെളിപ്പെടുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ? നിങ്ങളുടെ സ്വഭാവം മാറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം വെളിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ഇരുന്നാൽ, നിങ്ങൾ ആവശ്യക്കാരായി ഇരുന്നാൽ, നിങ്ങൾ മുട്ടിപ്പായിട്ട് ദൈവ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അവൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളിലാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടേണ്ടത്, അവൻ്റെ അത്ഭുതം നിവർത്തിക്കപ്പെടേണ്ടത് ഏതെല്ലാം കാര്യങ്ങളിലാണ്? നാം ഓരോരുത്തരും ആവശ്യക്കാരല്ലേ? അനേക വേദനകൾ കൂടിയല്ലേ നാം കടന്നു പോകുന്നത്? അനേക ദുഃഖഭാരങ്ങൾ കൂടിയല്ലേ നാം കടന്നു പോകുന്നത്? ഒരുപക്ഷെ രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ഏതെങ്കിലും അപകടങ്ങളോ അത്യാഹിതങ്ങളോ വേർപാടുകളോ എല്ലാമുള്ള പല തരത്തിലുള്ളതായ വേദന വിഷയങ്ങൾ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ, അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അവനിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. കാനാവിലെ കല്യാണ വിരുന്നിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നാണ് നാം ദൈവത്തിന് വചനം വായിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. കർത്താവ് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങളിൽ, മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രാമം അറിയപ്പെടുന്നത് രണ്ട് സ്ത്രീകളുടെ പേരിലാണ്. ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്, മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയുടെയും ഗ്രാമമായ ബേഥാന്യ. പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രാമത്തെ വിശ്വാസികളായ രണ്ട് ദൈവമക്കളുടെ പേരിൽ അറിയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് നാം വായിക്കുന്നത്? ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് പറയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യവും സംഭവവും എല്ലാം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. ബേഥാനിയിലെ ലാസറിൻ്റെതായ ചെറുഭവനം. അവിടെ 3 അംഗങ്ങളാണുള്ളത്. ലാസറുണ്ട്, ലാസറിൻ്റെ സഹോദരിമായ 2 സഹോദരിമാർ മാർത്തയും മറിയയുമുണ്ട്. ഇവരുടെ അപ്പനായ ശീമോൻ കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയായ ശീമോൻ നേരത്തെ മരിച്ചുപോയിരുന്നു. ആ കുഷ്ഠരോഗത്തിൻ്റെ ആ ദുഃഖത്തിലും പിതാവ് മരിച്ചുപോയതായ വേദനയിലും കഴിഞ്ഞിരുന്നതായ ഒരു അനാഥ കുടുംബമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കുടുംബത്തെ വിശേഷിപ്പിക്കാം. വേറെ ആരുമില്ല. ഇവിടെ ഈ ലാസറും മാർത്തയും മറിയയും മാത്രമുള്ളതായ ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോരുകയായിരുന്നു. കാരണം പിതാവ് മരിച്ചതായ ദുഃഖം അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ എങ്കിലും യേശുക്രിസ്തു കൂടെ ഈ ബെഥാന്യയിൽ ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു വരുമായിരുന്നു. അതാണ് അവർക്ക് അവരുടെ ജീവിതത്തിലുള്ളതായ ഏക ആശ്വാസവും ഏക സന്തോഷവും എന്ന് പറയുന്നത്. വളരെ ദുഃഖത്തിൽ കഴിയുന്നതായ കുടുംബത്തിൽ യേശുക്രിസ്തു കൂടെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ വേദനയിലും ദുരിതത്തിലും ദുഃഖത്തിലും ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലും കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ആരും മാനിക്കാനില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ, ആരുടെയും ഒരു ഒത്താശ കിട്ടാനില്ലാതെ, ആരുടെയും ഒരു കരുണ ലഭിക്കാതെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് സന്തോഷ വർത്തമാനം പറയാനുണ്ട്. അവരെ സ്നേഹിക്കുന്നവനായ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഒരുപക്ഷെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, എന്നെ കരുതാൻ ആരുമില്ലല്ലോ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എനിക്ക് ഈ ഗതി വന്നല്ലോ, ഞങ്ങളുടെ കുടുംബം അനാഥമായി പോയല്ലോ, അപ്പൻ മരിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയല്ലോ, നേരത്തെ മക്കളെല്ലാം ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോയല്ലോ എന്നുള്ളതായ വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ മധ്യത്തിലും നമ്മെ ആശ്വസിപ്പിക്കുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട്. ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, ആരും നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും, ആരും നമ്മെ കരുതിയില്ലെങ്കിലും നമ്മെ കരുതാൻ ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ബേഥാന്യയിലെ ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരൊരൊറ്റപ്പെട്ട കുടുംബമായിരുന്നു, എല്ലാവരാലും അവഗണിക്കപ്പെട്ട കുടുംബമായിരുന്നു. കാരണം ഇത് കുഷ്ഠരോഗം വന്ന് മരിച്ചതായ ഒരു ശീമോൻ്റെ ഭവനമല്ലേ അത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശു കൂടെ വരുന്നതായ സന്തോഷത്തിൽ മുൻപോട്ട് പോയതായ കുടുംബത്തിൽ വലിയൊരു കെടുതി സംഭവിക്കുകയാണ്. എന്താണ് ആ കെടുതി? ആദ്യം അവിടെ ഈ മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ ദീനമായി കിടക്കുകയാണ്. ലാസറിന് ഒരു അസുഖം പിടിപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഈ ലാസറിന് വന്നതായ ദീനത്തെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ അടുക്കൽ ആളയക്കുകയാണ്. എങ്ങനെയാണ് നാം വായിക്കുന്നത് അവിടെ? കർത്താവിനെ ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. പ്രിയപ്പെട്ടവരെ, അവളുടെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുകയാണ്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു,
ഈ സഹോദരിമാർ രണ്ടുപേരും കൂടെ, മാർത്തയും മറിയും കൂടെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ആളയക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലാസറിനെ കുറിച്ച് ലാസറിന്റെ സഹോദരിമാർ പറയുകയാണ്, കർത്താവേ, ലാസർ ദീനമായി കിടക്കുന്നു എന്നല്ല, മറിച്ച് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്തൊരു അഭിസംബോധനയാണ്! നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണത്. എന്നെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം മറ്റാരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ പറയുമോ? നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നാം യേശുവിന് പ്രിയരാണോ? നാം യേശുവിൻ്റെ പ്രിയ മക്കളായിട്ടാണോ ജീവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ പ്രിയനായിട്ടാണോ നാം നിൽക്കുന്നത്? ഇവിടെ ലാസറിന് ദീനമായി കിടക്കുമ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കൽ ആളയച്ച് പറയുകയാണ്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ്? യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിലും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരാണെങ്കിലും അവരുടെയും ജീവിതത്തിൽ ആപത്തുകൾ വരാം, അത്യാഹിതങ്ങൾ സംഭവിക്കാം, രോഗങ്ങൾ വരാം, വേർപാടുകൾ വരാം, അപകടങ്ങൾ വരാം, എല്ലാം സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വഴിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, നാം ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രോഗമോ ദുരിതമോ പ്രയാസമോ വരില്ല എന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അനേകർ ഇന്ന് തെറ്റിദ്ധരിക്കുന്നതായ ഒരു സംഗതിയാണിത്. ദൈവ വഴിയിലേക്ക് വന്നാൽ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ പിന്നെ രോഗം വരില്ലെന്നാണ് അനേകർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കടബാധ്യതയെല്ലാം മാറും, അപകടങ്ങളോ ആപത്തുകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ആത്മീയ വഴി എന്ന് പറയുന്നത് അതല്ല, അത് സമൃദ്ധിയുടെ വഴിയല്ല. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വഴി എന്ന് പറയുന്നത് അത് ക്രൂശിന്റെ വഴിയാണ്, അത് ക്രൂശിന്റെ വഴിയാണ്, അത് നിന്ദയുടെ വഴിയാണ്. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സുഖമായി സന്തോഷമായി ജീവിച്ചു പോകേണ്ട വഴിയല്ല ആത്മീയ വഴിയും. ക്രിസ്ത്യാനിറ്റി ഈസ് വെരി കോസ്റ്റ്ലി എന്നാണ് ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ വഴി, ക്രിസ്തീയ ജീവിതം വളരെ വിലപ്പെട്ട ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിച്ച് ചിന്തിച്ച് കണക്ക് കൂട്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ജീവിതമാണിത്. ക്രിസ്തീയ ജീവിതം അത് കുരിശിൻ്റെ വഴിയാണ്. എന്താണ് കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്? ഒരാൾ യെരൂശലേമിൽ കൂടി കുരിശും ചുമന്നുകൊണ്ട് പോയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ ജീവിതം തീർന്നു, അവൻ മരണത്തിലേക്കാണ് പോകുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കാണ് അവൻ പോകുന്നത്. അതാണ് ക്രിസ്തീയ വഴി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് ക്രിസ്തീയ വഴി എന്ന് പറയുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഏകാന്ത പഥികനായി എനിക്ക് ദൈവം തന്ന ക്രൂശ് എടുത്തുകൊണ്ട്, യേശുക്രിസ്തുവിനെ ക്രൂശും താങ്ങിക്കൊണ്ട് ഏകാന്ത പഥികനായി പോകേണ്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും അഭിനന്ദനം നമുക്ക് കിട്ടിയെന്ന് വരികയില്ല, എല്ലാവരും നമ്മൾ മനസ്സിലാക്കിയെന്ന് വരികയില്ല, എല്ലാവരും നമ്മെ അംഗീകരിച്ചെന്ന് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൻ്റെ വഴിയിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ നിന്ദയുടെ വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തു നടന്നതുപോലെ അവൻ്റെ ക്രൂശും പേറിക്കൊണ്ട്, നിന്ന സഹിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് പിന്നാലെ അവൻ്റെ ഒരു ദാസനായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ക്രൂശിന് ശേഷം ഒരു കിരീടമുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കിരീടമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രൗൺ ആഫ്റ്റർ എ ക്രോസ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രൂശിന് പിന്നാലെ, ക്രൂശിന് ശേഷം നമുക്കൊരു കിരീടമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോട് അടുത്ത് വരുമ്പോൾ എൻ്റെ നിര്യാണകാലം അടുത്തു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഇതാ ഞാൻ പാനീയകമായി ഒഴിക്കപ്പെടാൻ പോകുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ക്രൂശിൻ്റെ വഴിയെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് ക്രൂശ് വഹിച്ചാൽ, ഇന്ന് നിന്ന സഹിച്ചാൽ, ഇന്ന് യേശുക്രിസ്തുവിന് സാക്ഷിയായിട്ട് നിന്നാൽ, ഇന്ന് യേശുക്രിസ്തുവിനെ പ്രതി അപമാനം ഏറ്റു കഴിഞ്ഞാൽ
നമുക്കൊരു കിരീടം സ്വർഗം വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് പാകമാകുന്ന ഒരു കിരീടം പരിശുദ്ധാത്മാവ് മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്രൂശിൻ്റെ വഴിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രൂശിൻ്റെ സാക്ഷിയായി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തുവിന് വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ലോക മനുഷ്യരിൽ നമുക്ക് ഒരുപക്ഷെ അംഗീകാരം ലഭിച്ചൊന്നും വരികയില്ല. എന്നാൽ നമ്മെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വേല നാം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, സ്വർഗത്തിൽ നമുക്കൊരു കിരീടമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ കുടുംബത്തിൽ വലിയൊരു കെടുതി സംഭവിക്കുകയാണ്. ദൈവമക്കളുടെ ജീവിതത്തിലും കെടുതി വരാം, കേടുകൾ സംഭവിക്കാം, അപകടങ്ങൾ വരാം, അനർത്ഥങ്ങൾ സംഭവിക്കാം, അകാല മരണങ്ങൾ സംഭവിച്ചു എന്ന് വന്നേക്കാം, രോഗങ്ങളും വ്യാധികളും സകലതും വന്നു എന്ന് വന്നേക്കാം പ്രിയപ്പെട്ടവരെ. എന്നാൽ അവിടെയെല്ലാം നമ്മെ സഹായിക്കാൻ ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മുൻപോട്ട് പോകുമ്പോൾ ലാസർ ദീനമായി കിടന്നു, ലാസർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്നിട്ടും കർത്താവ് അവിടെ 4 ദിവസം കഴിഞ്ഞാണ് ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. 4 ദിവസം കഴിഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 11-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായകൊണ്ട് ഇടറുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അനേക കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സംഭവങ്ങൾ വേഗത്തിൽ മുമ്പോട്ട് നീങ്ങുകയാണ്. ഇവിടെ ലാസർ മരിച്ചിട്ടിപ്പോൾ ഏകദേശം 4 ദിവസമായി. ഇനി അധിക ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. പക്ഷേ യേശുക്രിസ്തു അപ്പോഴും ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നില്ല. നാം ബുദ്ധിപരമായി ചിന്തിച്ചാൽ വാസ്തവത്തിൽ ആ കുടുംബത്തെ താങ്ങേണ്ടതായ വളരെ അത്യാവശ്യമായ ഒരു സമയത്തല്ലേ വന്നു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് യേശു ഒരു ആശ്വാസം പകരാത്തത്? യേശു എന്തുകൊണ്ടാണ് കടന്നു വന്നൊന്ന് ആശ്വസിപ്പിക്കാത്തത്? അവരെ അനേകർ ആശ്വസിപ്പിക്കാനില്ലല്ലോ, ഒരൊറ്റപ്പെട്ട കുടുംബമല്ലേ. ആ സമയത്ത്, അത്യാവശ്യ സമയത്ത് യേശു കടന്നു വന്നില്ലല്ലോ, യേശു പ്രവർത്തിച്ചില്ലല്ലോ എന്ന് നമുക്കൊരുപക്ഷെ ബുദ്ധിയിൽ ചിന്തിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വലിയ കെടുതിയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതിൻ്റെ എല്ലാം പിന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം ചിലതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവം ഇതെല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ദൈവത്തിന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ആരും ചിന്തിക്കുന്നത് പോലെ, നാം ആരും വിചാരിക്കുന്നത് പോലെ, നാം ആരും പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവം പ്ലാൻ ചെയ്യുന്നത്. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായ പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളെല്ലാം ഉണ്ട്. അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹമുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രിയപ്പെട്ടവർ, എന്ത് സംഭവിച്ചു? ലാസറിനെ ശവക്കല്ലറയിൽ അടക്കി. 38-39 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 38-39 വാക്യം. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കിലെത്തി. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ലാസറിനെ വെച്ചതായ കല്ലറയുടെ മുമ്പിലേക്ക് കർത്താവ് വരികയാണ്. എന്നിട്ടോ അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കല്ല് നീക്കുവാൻ യേശു കൽപ്പിക്കുകയാണ്. കല്ല് നീക്കുവിനെന്നാണ് കർത്താവ് പറയുന്നത്. ലാസറിനെ മരിച്ചു, 4 ദിവസമായി കല്ലറയിൽ വെച്ചു. ആ കല്ലറയുടെ വാതിൽ മുഖത്ത് ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിരിക്കുകയാണ്. കർത്താവ് ആ കല്ലറയുടെ മുമ്പിൽ വന്ന് അവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയാണ്, അവരുടെ വേദനയിൽ പങ്കുചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്നൊരു ക്രിസ്തുവുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തുവുണ്ട്. അവൻ നമ്മുടെ സങ്കടങ്ങളിൽ പങ്കുചേരുക മാത്രമല്ല, നമ്മുടെ വേദനകളിൽ പങ്കുചേരുക മാത്രമല്ല, നമ്മുടെ വേദനകൾ അവൻ എടുത്തിട്ട് സമാധാനം പകരുന്നവനുമാണ് ക്രിസ്തു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദനയോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സങ്കടത്തോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ദുഃഖത്തോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിരാശയോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇതാ സങ്കടത്തിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്കിങ്ങനെ ഗതി വന്നല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? സഹോദര, നിന്റെ സങ്കടം മാറ്റിത്തരുന്നവനായി ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന്, നിന്റെ വേദനയിൽ പങ്കുചേർന്ന്, നിന്റെ വേദന എടുത്തു മാറ്റി ആശ്വാസം പകരുന്നവനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ആ ക്രിസ്തു നിന്റെ അരികത്തേക്ക് വരികയാണ്. ആ ക്രിസ്തു നിന്റെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. ആ ക്രിസ്തുവാണ് നിന്നോട് സംസാരിക്കുന്നത്. നീ ആ യേശുവിനെ ഒന്ന് വിളിക്കുമോ? ആ യേശുവിൽ നീ ഒന്ന് ആശ്രയിക്കുമോ? അവൻ കല്ലറയുടെ അടുക്കൽ വന്ന് കല്ല് നീക്കുവീൻ എന്ന് പറയുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മാർത്തയുടെ മറുപടി? മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി,
4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. മാർത്ത ഉള്ള അവസ്ഥ ഉള്ളതുപോലെ സമ്മതിക്കുകയാണ്, ഏറ്റുപറയുകയാണ്, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. സഹോദര, ഇത് നിന്റെ ആത്മാവിന്റെ അവസ്ഥയല്ലേ ദൈവത്തിന് വചനം പറയുന്നത്? ഇത് നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയല്ലേ? ലാസറിന്റെ ശവക്കല്ലറ പോലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ശരീരത്തിൽ ആത്മാവ് മരിച്ചു കിടക്കുകയല്ലേ? നിന്റെ ഹൃദയം ചീഞ്ഞു നാറുകയല്ലേ? പുറമേ നീ ഭക്തനായിരിക്കാം, പുറമേ നീ ആത്മീയനായിരിക്കാം, വിശുദ്ധ ദൈവാലയത്തിൽ പോകുന്നവനായിരിക്കാം, കുർബാന അനുഭവിക്കുകയും കുർബാന കാണുകയും കുർബാന കൊള്ളുകയും ചെയ്യുന്നവനായിരിക്കാം, കൂട്ടായ്മയിൽ വരുന്നവനായിരിക്കാം, വചനം കേൾക്കുന്നവനായിരിക്കാം. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ഹൃദയം ചീഞ്ഞു നാറുന്ന അവസ്ഥയാണോ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25-26 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25-26 വാക്യം. അവിടെ എന്താണ് നാം വായിക്കുന്നത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, യേശുക്രിസ്തുവിന്റെ കാലത്തെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് നോക്കിക്കൊണ്ട് പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. അകത്തോ ഹൃദയത്തിലോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാകേണ്ടതിന് കർത്താവ് മുമ്പേ, പറയുകയാണ്, കുരുടനായ പരീശനെ നീ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. അവയുടെ അകം വെടിപ്പാക്കുക, നിന്റെ ഹൃദയം വെടിപ്പാക്കുക. പിന്നെ അടുത്ത വാക്യം കൂടെ വായിക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച ശവക്കലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ അനുഭവമല്ലേ? പുറമെ വെള്ള തേച്ചിട്ടുണ്ട്, പുറമെ നോക്കിയാൽ ഒരു കുഴപ്പവുമില്ല, എന്നാൽ അകം ശവക്കല്ലറയ്ക്ക് തുല്യമല്ലേ? അകം ചീഞ്ഞു നാറുകയല്ലേ? സഹോദര, നിന്റെ ചിന്ത എങ്ങനെയുണ്ട്? നിന്റെ ചിന്താമണ്ഡലം എങ്ങനെയുണ്ട്? നിന്റെ ആഗ്രഹങ്ങൾ എങ്ങനെയുണ്ട്? നിന്റെ വികാരങ്ങൾ എങ്ങനെയുണ്ട്? നിന്റെ ഹൃദയം ചീഞ്ഞു നാറുകയല്ലേ? നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എങ്ങനെയുണ്ട്? അനേകരോട് വൈരാഗ്യം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയല്ലേ? നിന്റെ ഹൃദയം ചീഞ്ഞു നാറുന്ന ഒരു ശവക്കല്ലറ പോലെയല്ലേ? വെള്ള തേച്ച ശവക്കല്ലറോട് നിങ്ങൾ ഒക്കുന്നു എന്ന് അന്ന് കർത്താവ് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഞാനൊരു വെള്ള തേച്ച ശവക്കല്ലറയായിരുന്നു പ്രിയപ്പെട്ടവരെ. അകം ചീഞ്ഞു നാറുന്ന ഒരു അനുഭവത്തിലായിരുന്നു. എൻ്റെ ഹൃദയം ഒരു ശവക്കല്ലറയ്ക്ക് തുല്യമായിരുന്നു. അകത്ത് സകല മ്ലേച്ഛതകളും ഉണ്ടായിരുന്നു. പുറമെ ഞാൻ മാന്യനായി ഭക്തനായി ജീവിച്ചുവെങ്കിലും എൻ്റെ ഹൃദയം ചീഞ്ഞു നാറുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഈ ചീഞ്ഞു നാറുന്ന ശവക്കല്ലറയുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവെന്ന് എന്നോടവൻ പറഞ്ഞു, കല്ലുമാറ്റുവാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ നിങ്ങൾ തന്നെ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്ന ആത്മാവാകുന്ന ലാസർ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മഹത്വത്തോട് വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ആത്മാവ് ഇന്ന് മരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിങ്ങൾക്കൊന്ന് വീഴാൻ. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ ചീഞ്ഞു നാറുന്ന ശവക്കല്ലറയുടെ മുമ്പിൽ ഹൃദയവാതുക്കൽ വന്ന് യേശു മുട്ടുകയാണ്, യേശു വിളിക്കുകയാണ്, യേശു കൽപ്പിക്കുകയാണ്. കല്ല് നീക്കാനാണ് അവൻ പറയുന്നത്. ആരെല്ലാം കല്ല് നീക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? അവിശ്വാസത്തിന്റെ കല്ലുകൾ മാറിപ്പോകട്ടെ, അവിശ്വാസത്തിന്റെ കല്ലുകൾ ഉരുട്ടിക്കളയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്ന്. എന്നിട്ട് ലാസറിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഈ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം വിളിക്കുകയാണ്. ലാസറെ, പുറത്തു വരിക എന്ന്. മരിച്ചു കിടക്കുന്ന ആത്മാക്കൾ ജീവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, യേശുവിന്റെ മുഖത്തേക്ക് ആരെല്ലാം നോക്കുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന ആത്മാക്കൾ ജീവൻ പ്രാപിക്കുന്ന ദിവസമാണിത്, ജീവൻ പ്രാപിക്കുന്ന സമയമാണിത്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക, വിശ്വാസത്താൽ നിങ്ങൾ മഹത്വം അനുഭവിക്കുക. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ജീവൻ തരുവാൻ ഞങ്ങളുടെ ഈ ചീഞ്ഞു നാറുന്ന ശവക്കല്ലറയിലേക്ക് അവിടെ എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെല്ലാം ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ.